സംസ്ഥാനത്ത് ഇന്ന് രാത്രി 8 മണി മുതൽ നാളെ രാവിലെ 6 മണി വരെ പെട്രോൾ പമ്പുകൾ അടച്ചിടും. ജീവനക്കാർക്കെതിരെ അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് പുതുവത്സര ദിനത്തിൽ പമ്പുകൾ നേരത്തെ അടയ്ക്കാൻ ഉടമകൾ തീരുമാനിച്ചത്. ജീവനക്കാരുടെ സുരക്ഷയ്ക്കായി നിയമനിർമ്മാണം വേണമെന്ന് പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഇന്നത്തെ സൂചനാ പ്രതിഷേധം സർക്കാർ ഗൗനിച്ചില്ലെങ്കിൽ രാത്രികളിൽ പമ്പുകൾ പൂർണ്ണമായി അടച്ചിടും എന്നാണ് മുന്നറിയിപ്പ്. വിവരങ്ങളുമായി നിഖിൽ പ്രമേഷുണ്ട് ഇപ്പോൾ പാലക്കാട് നിന്ന്. നിഖിൽ, നേരത്തെയും പല ഇടങ്ങളിലായി ഇത്തരത്തിൽ പമ്പ് ജീവനക്കാർക്കെതിരെ ആക്രമണങ്ങളൊക്കെ നടന്നപ്പോൾ പ്രതിഷേധമുയർന്നതാണ്. സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവരിക, അടിയന്തര നടപടി ഉണ്ടാവുക, അതാണല്ലോ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. എന്തൊക്കെയാണ് വിവരങ്ങൾ നിഖിൽ? തീർച്ചയായിട്ടും ഉന്മേഷ്, ഈ പുതുവത്സര ആഘോഷങ്ങളിലേക്ക് മലയാളി കടക്കാനിരിക്കുമ്പോഴാണ് ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ ഒരു തീരുമാനം കൈക്കൊണ്ടത്. അതായത് തങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈ നിർണായക ദിവസത്തിൽ രാത്രി 8 മണി മുതൽ പെട്രോൾ പമ്പുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേരുകയായിരുന്നു. അതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇന്ന് രാവിലെ മുതൽ പമ്പുകളിലെല്ലാം തന്നെ നല്ല തിരക്ക്. ഈ രാവിലെ മുതൽ തന്നെ ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. ഇനി അല്പം കൂടി കഴിയുമ്പോൾ തിരക്ക് ഇനിയും വർദ്ധിക്കും. കാരണം 8 മണിക്ക് ശേഷം പെട്രോൾ കിട്ടില്ല എന്നുള്ളത്, പെട്രോൾ ഡീസൽ ഒന്നും തന്നെ കിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ 8 മണി മുതൽ കടകൾ, ഈ പെട്രോൾ പമ്പുകൾ പൂർണ്ണമായി അടയ്ക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോഴൊക്കെ തന്നെ വന്ന് പെട്രോൾ അടിച്ചിടുകയാണ് ആളുകൾ. ഇത് എങ്ങനെയാണ് ആളുകൾ ബാധിക്കുന്നത് നമുക്ക് ചോദിക്കാം. ഇന്നിപ്പോൾ 8 മണിക്ക് ശേഷം പമ്പില്ലല്ലോ, അറിഞ്ഞിരുന്നോ? അത് ഇല്ല, അറിഞ്ഞിട്ടില്ല. പമ്പില്ല, നിങ്ങൾ വേഗം അടിച്ചോളൂ. കാരണം വെച്ചാൽ 8 മണിക്ക് പമ്പുകൾ അടയ്ക്കുകയാണ്. അപ്പോൾ ആ തരത്തിലാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പുതുവത്സര ആഘോഷത്തിനൊക്കെ വരുന്ന ആളുകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാവുന്നത്. ഈ പമ്പ് 8 മണി വരെ ഉള്ളൂ എന്നുള്ള കാര്യം അറിഞ്ഞിരുന്നോ? അറിഞ്ഞിരുന്നു. അതുകൊണ്ട് നേരത്തെ അടിക്കാൻ ഇപ്പോൾ ഇവരുടെ സുരക്ഷ കണക്കിലെടുത്താൽ നിങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതിന് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതറിയില്ല. ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇവിടെ വന്ന് ഈ മദ്യപിച്ചൊക്കെ തന്നെയാണ്. സുരക്ഷ ഉള്ളത് നല്ലത് തന്നെയാണ്. പക്ഷേ ഇതേമാതിരി ട്രിപ്പ് പോകുന്ന കുറേ പയ്യന്മാർക്ക് ഇത് അറിഞ്ഞില്ലെങ്കിൽ അവർ കുറച്ച് ബുദ്ധിമുട്ടൊന്നും മാത്രം, അത് മാത്രമേ ഉള്ളൂ. നിങ്ങളെ ന്യൂ ഇയർ ആഘോഷമൊക്കെ നമ്മൾ പാലക്കാടിന് ആഘോഷിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മുടെ ഏരിയയിൽ തന്നെ കൊച്ചിയിലും ബാംഗ്ലൂരൊക്കെ പോകാൻ വേണ്ടിയിട്ട് കാറൊക്കെ റെൻ്റ് എടുത്ത് നിൽക്കുന്നുണ്ട്. അവരൊക്കെ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം. എങ്ങനെ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഈ സമയമാകുമ്പോഴേക്കും, ഇനിയിപ്പം കുറച്ച് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ പമ്പുകളൊക്കെ നിറയുന്ന മനസ്സിലാക്കുന്നത്. നല്ല തിരക്കുണ്ടാവുമല്ലോ വൈകിട്ടാകുമ്പോഴത്തേക്ക്. അപ്പോൾ അതിനുള്ള എന്തെങ്കിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്? അതെ, ഞങ്ങൾ മാക്സിമം കോപ്പറേറ്റ് ചെയ്ത് സർവീസ് ചെയ്യുന്നുണ്ട്. ജനങ്ങൾക്ക് അവരെ എത്രയും പെട്ടെന്ന് സർവീസ് ചെയ്ത് വിടാനുള്ള ഒരു നിർബന്ധം ചെയ്യുന്നുണ്ട്. സ്റ്റാഫിനെ കൂട്ടിയിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാം വേണമല്ലോ, അതുകൊണ്ടാണ്. കാരണം ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതെ, പല കാര്യങ്ങളിലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സൂചനാ പണിമുടക്ക് വെച്ചിരിക്കുന്നത്. പിന്നെ സ്റ്റാഫുകളുടെ സുരക്ഷയും എല്ലാം, അതിന് ചില നിയമപരിപാടി എന്തെങ്കിലും ചെയ്താൽ നന്നായിരുന്നു. അതുകൊണ്ടാണ് ഈ പമ്പുടമകളും ജീവനക്കാരും ഒക്കെ ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ തങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകരുടെയൊക്കെ കാര്യത്തിൽ സ്വീകരിച്ചതുപോലെയുള്ള ഒരു നിയമനിർമ്മാണം വേണം എന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന പാലക്കാട് നഗരത്തിൽ തന്നെയുള്ള ഈ പമ്പിൽ തന്നെ നേരത്തെ ഒരു തവണ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വന്ന ആളുകൾ മദ്യപിച്ചും മറ്റും പമ്പ് ജീവനക്കാരോട് കയർക്കുകയും അവരെ മർദ്ദിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇത് തുടർക്കഥയാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഒരു നിയമനിർമ്മാണം വേണം, തങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കി തരുന്നത്. അതിൻ്റെ ഒരു പോസ്റ്റർ നമുക്കിവിടെ കാണാം. അവർ പതിപ്പിച്ചത് 2023 ഡിസംബർ 31 രാത്രി 8 മണി മുതൽ 2024 ജനുവരി 1 രാവിലെ 6 മണി വരെ പമ്പുകൾ അടച്ച് സൂചനാ സമരം നടത്തുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് തന്നെ പെട്രോൾ പമ്പുകളിൽ നടക്കുന്ന സാമൂഹ്യ വിരുദ്ധ അക്രമം നടത്തുന്നവർക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുന്നതിന് ആശുപത്രി സംരക്ഷണ നിയമത്തിന്റെ മാതൃകയിൽ നിയമനിർമ്മാണം നടത്തുക എന്നുള്ളതാണ്. അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നിപ്പോൾ രാത്രി 8 മണി മുതൽ പമ്പില്ല, അറിഞ്ഞിരുന്നല്ലോ അല്ലേ? അറിഞ്ഞിരുന്നു. ഇതിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇവരുടെ സുരക്ഷ കണക്കിലെടുത്താണ് അങ്ങനെ ഒരു തീരുമാനം? സുരക്ഷയായിട്ട് അതിനെ പോയിക്കോളും. നല്ല കാര്യമെന്നാണോ പറയുന്നത്? കുഴപ്പമില്ലല്ലോ. രാത്രി പെട്രോൾ കിട്ടിയില്ലെങ്കിലും അത് കുഴപ്പമില്ല. ഇനിയിപ്പോ എന്തേനെ അവർ ചെയ്തില്ലേ. അതാണ്, ഒരുപാട് ആളുകൾ ആ തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പമ്പുകളിൽ നല്ല തിരക്കുണ്ട്. ഇവിടെ നിന്ന് മാത്രമല്ല എല്ലാ പമ്പുകളിലും നല്ല തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആളുകളൊക്കെ രാവിലെ തന്നെയും ഒക്കെ വന്ന് പെട്രോൾ അടിച്ച് മടങ്ങുകയാണ്. ഇനി വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും തിരക്ക് ഇനിയും വർദ്ധിക്കും. അപ്പോൾ അതിന് അനുസരിച്ച് പമ്പുടമകളും ജീവനക്കാരും ഒക്കെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. അധികം ക്യൂ നിൽക്കാതെ, അധികം കാത്തു നിൽക്കാതെ തന്നെ പെട്ടെന്ന് അവർക്ക് പെട്രോൾ അടിച്ച് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ എല്ലാ പമ്പുകളിലും ഒരുക്കുന്നുണ്ട്. SK ഉന്മേഷ്. ശരി നിഖിൽ. നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം എത്തിക്കുക എന്നുള്ളതാണ് അവർ ലക്ഷ്യമിടുന്നത് ഈ പ്രതിഷേധത്തിലൂടെ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.